ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവിൽ സുധിക്ക് ജോലിയില്ല എന്നുള്ള സത്യം സച്ചിയിലൂടെ എല്ലാവരും തന്നെ അറിയുകയാണല്ലേ. ഇപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് സുധി അത് വല്ലാതെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് സുധിയോട് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം സുധിക്കോ അതുപോലെ ചന്ദ്രയ്ക്കോ ആർക്കും തന്നെ സുധിയുടെ വീട് എവിടെയാണെന്ന് അറിയില്ല അല്ലേ. കാരണം മലേഷ്യയിലാണ് അച്ഛനെന്ന് മാത്രമാണ് അറിയുള്ളൂ. നാട്ടുകാരെ പറ്റിയോ ബന്ധുക്കളെ പറ്റിയോ ആരെ പറ്റിയും സുധി ഇതുവരെ തന്നെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏത് വഴിക്ക് എങ്ങനെ അന്വേഷിച്ച് പോകണമെന്നുള്ള കാര്യം ഇവർക്ക് അറിയാനും പാടില്ല. അങ്ങനെ തന്നെ നമ്മുടെ സുധി അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, സുധി വീട്ടിൽ നിന്ന് പോയതിന് ഒരു കാരണക്കാരൻ നീയും കൂടിയാണ് സച്ചി. അതുകൊണ്ട് നീയും കൂടി സുധിയുടെ കൂടെ ചെല്ലണം. ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവന് തന്നെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല. സുധിയെ വിളിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധിയുടെ കൂടെ നമ്മുടെ സച്ചിനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ശ്രുതിയെ അന്വേഷിച്ച് സുധിയും സച്ചിനും കൂടി കാൽ പോകുന്ന സമയത്ത് ഏത് വഴിക്ക് പോകണമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എങ്ങനെ പാർലറിൽ ചെന്നിട്ടുണ്ടാവുമോ എന്തായാലും ചോദിച്ചേക്കാം എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ സുധി പാർലറിലേക്ക് വിളിക്കുന്ന സമയത്ത് സുധി ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം ഈ കൂടെ നിന്ന് സ്റ്റാഫ് കേട്ടു എന്ന് കേൾക്കുന്ന സമയത്ത് ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ സുധി ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുധി സച്ചിനും കൂടി അന്വേഷിച്ച് പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് രേവതി വിളിക്കുന്നത്. രേവതി വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കുന്ന സമയത്ത് ഇന്ന ഇടത്തേക്കായിട്ട് സുധി ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയായിട്ട് അത് നമ്മുടെ അച്ചാമ്മയുടെ നാടിനോട് തൊട്ട് ചേർന്നുള്ള സ്ഥലമാണ്, അവിടെയൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, എന്നൊരു കാര്യം ചെയ്യ്, ആ ഷെൽഫിൻ്റെ മുകളിൽ കുറച്ച് പൈസ ഉണ്ട്, അതും എടുത്തുകൊണ്ട് നീ അടുത്ത ജംഗ്ഷനിൽ വന്ന് നിൽക്കുക, ഞാൻ അവിടെ നിന്ന് നിന്നെയും കൂട്ടാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി അന്വേഷിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ രേവതിനെയും കൂട്ടുകയാണ് കേട്ടോ. രേവതിനെയും വിളിച്ചുകൊണ്ട് എല്ലായിടത്തും തന്നെ അന്വേഷിക്കുകയാണ്. വണ്ടിക്കാരോടും കടകളിലൊക്കെ കയറി ശ്രുതിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പെൺകുട്ടി അറിയുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആർക്കും തന്നെ ശ്രുതി അറിയില്ല കേട്ടോ. അങ്ങനെ ഇവർ വണ്ടിയുമായിട്ട് പോകുന്ന സമയത്ത് കുറച്ച് ചെല്ലുമ്പോഴത്തേക്കും സച്ചി വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എങ്ങോട്ടൊന്നുമില്ലാതെ എങ്ങോട്ടാണ് ഈ യാത്ര പോകുന്നത്, എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ, ഈ നാട്ടിൽ ഇത്രയും നേരം അന്വേഷിച്ചിട്ട് അവളെ പറ്റി ഒന്നും കിട്ടിയില്ല, അവളൊരു ഫ്രോഡാണെന്നൊക്കെ രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഇതൊന്നും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതിയും തിരിച്ച് നല്ല രീതിയിൽ തന്നെ സച്ചിയോട് പ്രതികരിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്ന സമയത്താണ് ഒരു ബോൾ വന്ന് വണ്ടിയുടെ സൈഡിൽ വന്ന് മുട്ടുന്നത് കേട്ടോ. അപ്പോൾ അതെടുക്കാനായിട്ട് വരുന്നത് ആദ്യമാണ്. ആദ്യനെ കാണുന്ന സമയത്ത് രേവതി ഓടിച്ചെന്ന് ആദ്യനെ കെട്ടിപ്പിടിക്കുകയും വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. അതിനുശേഷം രേവതിനെ സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ആദ്യയുടെ വീട്ടിലേക്ക് ചെല്ലാം, ഈ ഒരു നാട്ടുകാർ തന്നെയാണല്ലോ ആദ്യയുടെ അമ്മ, അപ്പോൾ എന്തായാലും ശ്രുതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങളൊക്കെ അറിയാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ സച്ചിയും രേവതിയും ശ്രുതിയും കൂടെ ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും വീട്ടിലേക്ക് വരുന്നതും എല്ലാം തന്നെ ശ്രുതി അകത്തിരുന്ന് കാണുകയാണ്. വേഗം തന്നെ അടുക്കളയിലെ പിന്നാമ്പുറത്തേക്ക് ഓടും ചെയ്യട്ടോ. അന്നേരം അമ്മ ചോദിക്കുന്നത് എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ശ്രുതി ഇവിടെ വന്നിട്ടുണ്ട്, ഇനി ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് എല്ലാ സത്യങ്ങളും അറിഞ്ഞ് വന്നതാണോ എന്ന് എനിക്കറിയില്ല, അമ്മ എന്തായാലും ചെന്ന് കാര്യങ്ങൾ തിരക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ശ്രുതിയുടെ അമ്മ കാര്യങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് വെച്ച് ആദ്യം കണ്ടു എന്നും ഇവനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നും എല്ലാം തന്നെ രേവതി പറയുന്ന കൂട്ടത്തിൽ ശ്രുതിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഒരു പെൺകുട്ടി അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. ശ്രുതിയുടെ ഫോട്ടോ കാണുന്ന സമയത്ത് ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഇതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ തന്നെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഈ ഒരു പെൺകുട്ടി എനിക്കറിയില്ല, ഞാനിവിടെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടക്കടെ അച്ഛനൊരു മലേഷ്യക്കാരനാണ്, അവരാരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും ഈ ഒരു പരിസരത്തുണ്ടോ എന്നൊക്കെ സച്ചി തിരക്കുന്നുണ്ട്. അന്നേരം ശ്രുതിയുടെ അമ്മ പറയുകയാണ്, അറിയില്ല, ഇതുപോലെ ഒരു പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും ഇനി കാണുകയാണെങ്കിൽ തന്നെ ഞാൻ തീർച്ചയായിട്ടും വിളിച്ച് പറയുന്നതായിരിക്കും. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ സകല പ്രദേശം പോവുകയാണ്. ശ്രുതി ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയാണ് കേട്ടോ, എനിക്ക് അവളില്ലാതെ പറ്റില്ല, അവളോട് ഞാൻ ചെയ്ത് വലിയ തെറ്റ് തന്നെയാണ്, എനിക്ക് ശ്രുതിയെ കണ്ടു കഴിഞ്ഞാൽ കാലിൽ പിടിച്ച് ക്ഷമ ചോദിക്കണം, മാപ്പ് പറയണം, എന്നെ ഞാൻ അമ്മയെ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരിക്കുന്ന ശ്രുതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സങ്കടപ്പെട്ട് കരയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ശ്രുതിയുടെ അമ്മയ്ക്ക് സങ്കടമാവുന്നുണ്ട്. ശ്രുതിയുടെ അമ്മ ആരും കാണാതെ തന്നെ കണ്ണുനീരൊക്കെ ഒപ്പുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതിയുടെ മനസ്സിൽ തട്ടിയുള്ള വാക്കുകളാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാനും സാധിക്കാത്ത അവസ്ഥയിലും അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ അവസാനം ശ്രുതിയെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് വിടുകയാണ്. മോൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാം ശരിയാവും, എന്നാൽ ടെൻഷൻ അടിക്കേണ്ട, കരയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാൻ വിടുന്നത്. അപ്പൊ ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇരുവരും തമ്മിൽ പരസ്പരം കാണുന്നുമില്ല. ശ്രുതി ആ വീട്ടിലെ മോളാണെന്നും ഇവരാരും തന്നെ അറിയാനും പോകുന്നില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്ന ഭാഗം എന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.